മുട്ടടയിലേത് വലിയ രാഷ്ട്രീയ വിജയമായിട്ടാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF കാണുന്നത്. അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന് ആദ്യം കോൺഗ്രസ് പാളയത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ഈ വിധത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് വിധത്തിലുള്ള തീരുമാനമെടുക്കും. പിന്നീട് കോടതിയുടെ കൂടി ഇടപെടലുണ്ടായ സാഹചര്യത്തിലാണത് വൈഷ്ണ സുരേഷിന്, അത് മുട്ടട വാർഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ വൈഷ്ണ സുരേഷിന് അനുകൂലമായി പിന്നീട് കോടതിയുടെ ഇടപെടലിൻ്റെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിലായിരുന്നു അങ്ങനെ ആ കാൻഡിഡേറ്റ് അനുകൂലമായി. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ അവിടെ ഈ വിധി വന്നതിനെ പിന്നെ ഉത്തരവ് വന്നതിനെ പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രചരണം അവിടെ കൊഴുക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ 5 കോർപ്പറേഷനും ഭരിക്കുന്ന LDF ആണ്. അതിൽ ഒരെണ്ണം കണ്ണൂർ മാത്രമാണ് കോൺഗ്രസ് ഭരണത്തിലുള്ളത്. അതിൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിൽ വലിയ വാമാങ്കം അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയമായ യുദ്ധം നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അവിടെ BJPക്ക് 34 സീറ്റുകളുണ്ട്. ആകെ കഴിഞ്ഞ തവണ 100 സീറ്റാണെങ്കിൽ ഇപ്പോൾ ഇത്തവണ അത് 101 സീറ്റാണ്. 50-ലധികം സീറ്റുകളോടെ LDFന് വലിയ ഭൂരിപക്ഷം നേരത്തെ ഉണ്ടായിരുന്നു. അവിടെ 3-ാം സ്ഥാനത്താണ് മുഖ്യ പ്രതിപക്ഷം BJP ആണ്. 3-ാം സ്ഥാനത്താണ് UDF ഉള്ളത്. അവിടെ 10 സീറ്റുകൾ മാത്രമാണ് UDF ഉള്ളത്, അതിൽ 8 മാത്രമാണ് കോൺഗ്രസിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അരയും തലയും മുറുക്കി തന്നെ കോൺഗ്രസ് ആദ്യ പ്രചരണം നടത്തിയത് കോൺഗ്രസ് ആണ്. KS ശബരിനാഥൻ മുൻ MLA ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KS ശബരിനാഥനാണ് മേയർ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി ആദ്യഘട്ട പ്രചരണം തന്നെ ആരംഭിച്ചത്. BJPയും ഇവിടെ സർപ്രൈസ് കാൻഡിഡേറ്റുകളെ, സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ടുണ്ട്. മുൻ DGP RS ശ്രീലേഖ അടക്കമുള്ള, പത്മിനി തോമസ് അടക്കമുള്ള പ്രമുഖ സ്ഥാനാർത്ഥികളുണ്ട്. BJPയുടെ നേതൃത്വ കൗൺസിലറായിട്ടുള്ള BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VV രാജേഷ് അടക്കം സ്ഥാനാർത്ഥികളുണ്ട്. SP ദീപക്കാണ് LDF മുന്നോട്ട് വെക്കുന്ന കാൻഡിഡേറ്റ്, മേയർ കാൻഡിഡേറ്റ്. ഒപ്പം തന്നെ മുൻ മേയർ മത്സരിക്കുന്നു എന്ന പ്രത്യേക, ശ്രീകുമാർ മത്സരിക്കുന്ന പ്രത്യേകത ഉണ്ട്. മുൻ ഡെപ്യൂട്ടി മേയറുടെ മകൾ മത്സരിക്കുന്നു എന്ന പ്രത്യേകത ഉണ്ട്. അവസാന നിമിഷങ്ങളിൽ പല സ്ഥലങ്ങളിലും സീറ്റുകളിൽ സ്ഥാനാർത്ഥി അടക്കം മാറ്റുന്ന സാഹചര്യം LDFിൽ ഉണ്ടായിട്ടുണ്ട്.